പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. തൃശ്ശൂർ നഗരത്തിലെ ഒരു ബാറിൻ്റെ വിഷയം വാർത്ത കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു ഒരു കോൾ വന്നത്. തൃശ്ശൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് 3-ാം പ്ലാറ്റ്ഫോമിനടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ബാറിൻ്റെ ഒരു തോന്നിയാസം അല്ലെങ്കിൽ ചില തോന്നിയാസങ്ങൾ ഒന്ന് പറഞ്ഞാൽ വാർത്തയിടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ അയച്ചു തന്ന വിഷ്വലാണ് നമ്മൾ ഇവിടെ വാർത്തയിലേക്ക് കൊടുക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത കൂടി ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മദ്യപിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഒരു വാർത്ത നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് തൃശ്ശൂർ നഗരത്തിലെ ഈ പ്രമുഖ ബാർ, സാധാരണ ലോക്കൽ ബാറുകൾ അടയ്ക്കേണ്ടത് 11 മണിക്കാണ് എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ലോക്കൽ ബാറുകളാകട്ടെ ഏത് ബാറുകളായാലും പൊതുവേ നമ്മൾ ലൈറ്റ് കത്തി കാണുന്നതെല്ലാം 11 മണി വരെയാണ്. എന്നാൽ തൃശ്ശൂരിലെ ഈ ഒരു ബാറിൽ 10:30 കഴിയുമ്പോൾ ലോക്കൽ ബാറിൻ്റെ ഡോർ അടയ്ക്കുന്നു എന്നുള്ളതാണ് പരാതി. സ്ഥിരമായി അവിടെ പോയി മദ്യപിക്കുന്ന ചില ആളുകൾ അവർ പറഞ്ഞ ഒരു പരാതി വെച്ചിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ തെളിവടക്കം നമ്മൾ പോയി ആ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ സത്യസന്ധമായിരുന്നു. 10:30 കഴിയുമ്പോൾ വന്ന് ലോക്കൽ ബാറിൻ്റെ വാതിലടച്ച് കുറ്റിയിടുന്നു ഉള്ളിൽ നിന്ന്. പിന്നീട് വരുന്ന ആളുകൾക്കൊന്നും ലോക്കൽ ബാറിൽ കയറി മദ്യപിക്കാൻ സാധിക്കില്ല. അതിനുള്ള സാഹചര്യവുമില്ല. ബാർ ലൈറ്റ് ഓഫാക്കുന്നു. ഇതാ വിഷ്വൽ കണ്ടില്ലേ? 10:30 കഴിയുമ്പോൾ ബാർ ലൈറ്റ് ഓഫാക്കി ഡോർ മുഴുവൻ അടച്ചു. മുട്ടിയാൽ പോലും തുറക്കാത്ത വിധം അവർ ഡോർ അടച്ച് അവരുടെ പണിക്ക് പോയി. പിന്നെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ AC ബാറിൽ പോയി കൂടുതൽ പണം കൊടുത്ത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം. പക്ഷേ ഈ ലോക്കൽ ബാറിൻ്റെ അവസ്ഥ വളരെ വിചിത്രമായി തോന്നി. 11 മണി വരെ ആളുകൾ കച്ചവടം പിടിക്കാൻ, ബാറുകാർ പ്രത്യേകിച്ച് കച്ചവടം പിടിക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എത്രത്തോളം ആളുകൾ വന്നാലും അതെല്ലാം എല്ലാവർക്കും കൊടുത്ത് പരമാവധി ആളുകൾക്ക് അത് കൊടുത്തതിന് ശേഷം മാത്രം അടയ്ക്കുന്ന ബാറുകൾ കൂടിയുള്ള ഈ തൃശ്ശൂർ നഗരത്തിൽ ഇത് വളരെ വിചിത്രമായി തോന്നി. പണിയെടുക്കാൻ അത്രയും നേരം കൂടി ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന തരത്തിലുള്ളൊരു ചിന്താഗതി ആയിരിക്കാം. പരമാവധി ആളുകളെ പെട്ടെന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കാം. എന്നാൽ ഇതേ സമയം തുറന്ന് പ്രവർത്തിക്കുന്ന ബാറുകളും നമ്മൾ കണ്ടെത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ് തൊട്ടു മുമ്പ് നിങ്ങൾ കണ്ടത്. ഈ 10:30 സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്ന ബാറുകൾ തൃശ്ശൂർ നഗരത്തിൽ ഒരുപാട് ഉണ്ട്. എന്നാൽ ഇവർക്ക് മാത്രം ഒരു പ്രത്യേകത, 10:30 കഴിയുമ്പോൾ ബാർ മെയിൻ ലോക്കൽ ബാർ ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ എത്ര മുട്ടിയിട്ടും കാര്യമില്ല. മാത്രമല്ല വളരെ മോശമായ പെരുമാറ്റം, വളരെ മോശമായ ഭക്ഷണ സാധനങ്ങളാണ് അവിടെ കൊടുക്കുന്നത്, വളരെ മോശമായ അന്തരീക്ഷമാണ്, ചുറ്റുപാട് വളരെ മോശമാണ് എന്നെല്ലാം പരാതികൾ പറയുന്നു. ശരിക്കും ഒരു ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫൈൻ കിട്ടേണ്ട രീതിയിലുള്ള മോശമായ സാഹചര്യമാണ് ഈ ബാറിന് ചുറ്റുമാണെന്നാണ് നമുക്ക് പരാതി തന്നവർ പറയുന്ന ഒരാക്ഷേപം. തീർച്ചയായിട്ടും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു വാർത്തയാണെന്ന് തോന്നി. അവിടെ പോകുന്ന മറ്റൊരുപാട് പേർക്കും ഇതേ അനുഭവം ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാം. അവർക്കിതിൻ്റെ താഴെ കമൻറ്റുകൾ, അവരുടെ അനുഭവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ പറഞ്ഞ സമയം നിങ്ങൾ പാലിക്കണം. പറഞ്ഞിട്ടുള്ളത് 11 മണി വരെയാണെങ്കിൽ അതുവരെ ജനങ്ങൾക്ക് കൊടുക്കാൻ, വരുന്നവർക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അവിടെ വരുന്ന ആളുകൾക്ക് സമയം വരെ, ആ സമയം പറഞ്ഞിരിക്കുന്ന സമയം വരെ ഇത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗം കൂടിയാണ്. അത് മുടക്കുന്നത് ഒരിക്കലും നിയമത്തിന് അനുകൂലമല്ല, നിയമവിരുദ്ധം തന്നെയാണ്. മറ്റു ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മാത്രം ലോക്കൽ ബാർ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് ശരിയല്ല. വൃത്തിഹീനമായ അന്തരീക്ഷമാണ് എന്നുള്ളതും എല്ലാം വലിയ പരാതികളാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള സ്ഥിരം കമൻറ്റുകളൊക്കെ ഇവിടെ വന്നേക്കാം. പക്ഷേ ഇത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം പാലിക്കാൻ ഈ സ്ഥാപനം ബാധ്യസ്ഥരാണ്. ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ബാധ്യസ്ഥരാണ്. അതല്ല, അത് ജീവനക്കാരുടെ തോന്നിയാസത്തിന് ചെയ്യുന്നതാണെങ്കിൽ ജീവനക്കാർക്ക് എതിരെ അതിനുള്ള നടപടി എടുക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചിലപ്പോൾ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാത്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത എത്തിക്കാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാറിൽ കുടിക്കാൻ വരുന്നവൻ്റെ പൈസയും വാങ്ങിവെച്ച് അവൻ എന്തെങ്കിലും നക്കിയിട്ട് പോട്ടെ എന്ന ചിന്താഗതിയുള്ള ജീവനക്കാർ ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് എന്നും പരാതിയിൽ പറയുന്നു. പരാതിയിൽ അവർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് ഇവിടെ എത്തിക്കുകയാണ് ഈ വാർത്തയിലൂടെ. മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാത്ത കാര്യമാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയും അടിയന്തര ഇടപെടലും ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്